അനൂപ് മേനോൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിരുന്നു. അത് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, തിയേറ്റേഴ്സിൽ നിർമ്മാതാക്കൾ തന്നെ സീറ്റുകളെല്ലാം ബുക്ക് ചെയ്ത്, അതായത് കംപ്ലീറ്റ് നമ്മളിപ്പം ഒരു സിനിമ ബുക്ക് ചെയ്യണമെങ്കിൽ നോക്കുമ്പോൾ ബാൽക്കണിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബാക്ക് സീറ്റ്സ് ഫുള്ള് ഫില്ലായി കിടക്കുന്നത് കാണാം. അപ്പം നമ്മൾ സാധാരണ ഒരാൾ ചിന്തിക്കുമ്പോൾ ഇത്രയും അധികം സീറ്റുകൾ ഫില്ലായി, ഇപ്പം ആ ഒരു രീതിയിലേ ചിന്തിക്കത്തുള്ളൂ. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ചെക്ക്മേറ്റ് എന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട്, സിനിമ കണ്ടില്ല, പക്ഷേ ഞാൻ ബുക്ക് മൈ ഷോയിൽ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് ബാക്ക് സീറ്റ് ഫുള്ള് എന്താ പറയുക ഫില്ലായിട്ട് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് നല്ല രീതിയിൽ ആൾക്കാർ വന്ന് കയറുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അനൂപ് മേനോൻ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിട്ടു. കാരണം നിർമ്മാതാക്കൾ തന്നെ സിനിമ നല്ല ഒരു എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കിയ നിർമ്മാതാക്കൾ തന്നെ വീണ്ടും സീറ്റുകളെല്ലാം ബുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആൾക്കാർ നോക്കുമ്പം അത്രയും സീറ്റ് ഫില്ലാണ്, അപ്പം സിനിമ അത്രയും ഒരു ആളുകളിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിർമ്മാതാക്കളുടെ ഒരു പുതിയ ഒരു രീതിയായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാശ് മുടക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും വീണ്ടും കാശ് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷനാണ്. ഞാൻ ഈ പറയുന്ന പോലെ സിനിമ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ സിനിമ കാണാൻ പോകുന്നുണ്ട്. ചെക്ക്മേറ്റ് എന്ന സിനിമയെക്കുറിച്ച് എന്താ പറയുക, രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ചെക്ക്മേറ്റ് എന്ന സിനിമ അനൂപ് മേനോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് ചെക്ക്മേറ്റ് എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞത്. ഇതുപോലെ തന്നെ മറ്റു പല സിനിമകൾക്കും ഇങ്ങനെയുള്ള ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ഉറപ്പായിട്ടും നിർമ്മാതാക്കൾ എന്താ പറയുക ഇങ്ങനെ സീറ്റുകൾ അവർ തന്നെയൊക്കെ പിന്നെയും വാങ്ങിച്ചിടേണ്ട ഒരു കാര്യം വരുന്നില്ല. ഒരു സിനിമ കാണണമെന്നൊരു ഒരാൾക്ക് താല്പര്യം തോന്നിപ്പോയി കഴിഞ്ഞാൽ അദ്ദേഹം പോയി കണ്ടിരിക്കും. ഇപ്പോൾ എന്തുകൊണ്ടോ ചെക്ക്മേറ്റ് എന്ന സിനിമയ്ക്ക് ഇതുപോലെ ഒരു സംഭവം നമ്മൾ കണ്ടിരുന്നു. ഇതുപോലെ തന്നെ പല സിനിമകളിൽ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡായിട്ടാണ് കാണുന്നത്. പക്ഷേ അത് കാശ് കളയുന്ന ഒരു ഏർപ്പാടാണ്. സിനിമ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും പോയി സിനിമ കണ്ടിരിക്കും അതിൻ്റെ അകത്ത്. എന്നാലും ഒരു ഉദാഹരണം പറയാം, ഗോളം എന്ന സിനിമ തിയേറ്ററിൽ ഇറങ്ങിയായിരുന്നു. ഗോളം എന്ന സിനിമ തിയേറ്ററിൽ നല്ല അഭിപ്രായം കിട്ടിയെങ്കിൽ പോലും ആളുകൾ പോയി കണ്ടില്ല. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് ഗോളം. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെപ്പോലെ തന്നെ ഒരുപാട് കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഗോളം. പക്ഷേ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല. കാരണം പുതിയ ഒരു നടനും പിന്നെ ബാക്കി ആൾക്കാർ നമുക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നായകൻ നിരയിലേക്ക് വന്ന നടൻ പുതിയ ആളായതുകൊണ്ടായിരിക്കണം സിനിമ കാണാൻ അധികം പേര് തിയേറ്ററിലെത്തില്ല. പക്ഷേ OTTയിൽ എത്തിയപ്പോഴത്തേക്കും വാനോളം പോയിരുന്നുണ്ട് സിനിമയെക്കുറിച്ച്. അപ്പം ഈ സിനിമയിൽ കാഴ്ചക്കാരുടെ ഒരു രീതി എനിക്ക് തോന്നുന്നതല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാർക്കറ്റുള്ള ഒരു നടനെ വെച്ച് സിനിമ ചെയ്താൽ മാത്രമേ സിനിമ വിജയിക്കൂ എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്നാലും മാർക്കറ്റുള്ള നടൻ ചെയ്ത സിനിമ മോശമാണെങ്കിൽ അത് ഒരിക്കലും ഓടത്തില്ല. പിന്നെ പലതരത്തിലുള്ള കുതന്ത്രങ്ങളും ഇപ്പോൾ കാണിക്കുന്ന ഈ നിർമ്മാതാക്കൾ തന്നെ ഇത്രയും സീറ്റുകളൊക്കെ വാങ്ങിച്ച് എന്താ പറയുക വാങ്ങിച്ച് ഫില്ലാക്കി കാണിക്കുമ്പോൾ അവരുടെ തന്നെ കയ്യിൽ നിന്ന് കാശ് പോകുന്നൊരു സിറ്റുവേഷനാണ്. അങ്ങനെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സത്യം പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന കാശ് കളയാതെ, അല്ലെങ്കിൽ അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ അത് തിരിച്ച് നമുക്ക് കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കി വേണം സിനിമ ചെയ്യാൻ എന്നുള്ളത്. സിനിമ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരുടെ ഒരു സിനിമ ഇറക്കാൻ വേണ്ടിയിട്ട് അവർ ഈ പറയുന്ന പോലെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അവർക്ക് കിട്ടുന്ന ഒരു ആക്ടറെ വെച്ചിട്ട് അവർ സിനിമ ചെയ്യും. പക്ഷേ ഈ പറയുന്ന പോലെ കാണാൻ ആളില്ലെങ്കിൽ വേറെ തന്ത്രം പയറ്റുകയാണ് എങ്ങനെയും ആളെ കയറ്റുന്നത്. അങ്ങനെ തന്ത്രം പയറ്റുമ്പം കയ്യിരിക്കുന്ന കാശ് പിന്നെയും പോവുകയാണ്. ഒറ്റ സിനിമ കൊണ്ട് തന്നെ ദരിദ്രരായി പോയിട്ടുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ഇതുപോലെ തന്നെ. ഉദാഹരണം പറയുകയാണെങ്കിൽ ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന് പറഞ്ഞ സിനിമ അക്ഷയ് കുമാർ, പൃഥ്വിരാജ് പിന്നെ ടൈഗർ ഷ്രോഫൊക്കെ അഭിനയിച്ച സിനിമ വലിയ കോടികൾ മുടക്കി ഇറക്കിയ സിനിമയാണ്. പക്ഷേ അവസാനം നിർമ്മാതാവിന് സ്വന്തം ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ വിൽക്കേണ്ടി വന്നു. അദ്ദേഹം ഒരു പാപ്പരാകുന്ന സിറ്റുവേഷൻ, പാപ്പരായിട്ടില്ല എങ്കിൽ പോലും കയ്യിലുള്ളത് മുഴുവൻ വിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നത്. അപ്പം പല രീതിയിൽ നിർമ്മാതാക്കൾ എങ്ങനെയും സിനിമയെ കയറ്റിയെടുക്കാനുള്ള പല പല തന്ത്രങ്ങളും പയറ്റുമ്പോഴും ഇവിടെ സിനിമകൾ പരാജയപ്പെടുകയാണ്. അപ്പം അത് ഒന്നാമത് പരാജയപ്പെടാനുള്ള കാരണം കണ്ടൻറ്റിൻ്റെ കാര്യമാണ്. കണ്ടൻറ്റ് മോശമാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടൻറ്റ് നല്ലതാണെങ്കിലും മേക്കിംഗ് മോശമായി പോയി കഴിഞ്ഞാൽ അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങൾ എല്ലാം ഒന്നിച്ച് വന്നാൽ പോലും സിനിമകൾ വിജയിക്കാത്ത സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് OTTയുടെ വരവോടുകൂടിയാണ് ഈ സിനിമകളെല്ലാം തിയേറ്ററിൽ അധികം ഓടാത്തത്. എന്നാൽ ചില സിനിമകൾ നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടുന്നുമുണ്ട്. ഈ OTTയുടെ വരവോടുകൂടി ഒരു ആവറേജ് മൂവി അല്ലെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയുന്ന സിനിമകളൊക്കെ പല ആൾക്കാരും കുഴപ്പമില്ല 10-28 ദിവസം അല്ല 40 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ വരും, അല്ലെങ്കിൽ ആമസോൺ പ്രൈം അതുപോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ വരും. അങ്ങനെ കാണാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ ആളുകൾ കയറാത്തത്. അപ്പം സിനിമാ വ്യവസായ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ ചിന്തിച്ച് വേണം, അതായത് ഇനി മുന്നോട്ടേക്ക് സിനിമകൾ ഇറക്കുമ്പോൾ
കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് സിനിമ ഇറക്കുമ്പോൾ കാണാൻ ആളുകളുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്കറ്റ് പഠിച്ചിട്ട്, അല്ലെങ്കിൽ നല്ലൊരു കഥയോടുകൂടി മുന്നോട്ട് പോകാൻ നോക്കുക. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സിനിമ ചെയ്യണമെന്ന് ആക്രാന്തം മൂത്ത്, ഞാൻ കളിയാക്കുന്നതല്ല, ആക്രാന്തം മൂത്ത് സിനിമ ഇറക്കുമ്പോൾ, അല്ല ആക്രാന്തം മൂത്ത് സിനിമ ഇറക്കുക എന്നല്ല, ആക്രാന്തം മൂത്ത് ഒരു സിനിമ ചെയ്യണം, ഇതെങ്ങനെയും സെറ്റാകുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല സിനിമകളും വെടിയും പുകയാകുന്ന സിറ്റുവേഷനാണ്. അപ്പം എന്തായാലും നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുക. കാണാൻ ഞങ്ങൾ പ്രേക്ഷകരുണ്ട്, പക്ഷേ പ്രേക്ഷകരുടെ ഇടയിലും അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്, കാണണോ വേണ്ടയോ എന്നുള്ളത്. പല സിനിമകളും പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണവും അതാണ്. ഗോളം എന്ന സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയാണ്, നല്ല അടിപൊളി സിനിമയായിരുന്നു. പക്ഷേ തിയേറ്ററിൽ എത്രമാത്രം ഹിറ്റായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വീണ്ടും ആ സിനിമ OTT-യിൽ എത്തിയപ്പോൾ ആൾക്കാർ വാനോളം പോഴ്ത്തുന്നുണ്ട് ഓരോ അവസ്ഥയും.